മൂന്നാം സീറ്റ് ആവശ്യത്തിൽ തീരുമാനം വൈകുകയാണ്. സീറ്റ് സംബന്ധിച്ച് ചർച്ച ഇന്നത്തെ UDF നേതൃയോഗത്തിൽ ഉണ്ടായില്ല. അടുത്ത UDF നേതൃയോഗം ഈ മാസം 14-ന് ചേരും. ലീഗിൻ്റേതൊഴികെ മറ്റ് ഘടകകക്ഷികളുമായുള്ള ചർച്ച പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ചർച്ചയിൽ ഫൈനൽ റിസൾട്ടാണ് പ്രധാനമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്ന് ഉണ്ടായ ചർച്ച പാർട്ടി കമ്മിറ്റിയിൽ വെച്ചിട്ട് 13-ാം തീയതി വീണ്ടും ചർച്ച ചെയ്യാം എന്നാണ് വെച്ചിരിക്കുന്നത്. 13 വീണ്ടും ചർച്ച ആവശ്യമുണ്ട്. അത് 13-ാം തീയതി ചർച്ച തുടരും. അതാണ് സ്ഥിതി. ചർച്ച തുടരുന്നുണ്ട് എന്ന് പറയാം. അപ്പം അത്രയേ ഉള്ളൂ. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സലീം, സ്ഥാനാർത്ഥി നിർണയം വേഗത്തിൽ പൂർത്തിയാക്കി കളത്തിലേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ സീറ്റ് വിഭജനം വേഗത്തിൽ പൂർത്തിയാക്കി കളത്തിലേക്ക് ഇറങ്ങുക എന്നുള്ള UDFിൻ്റെ തീരുമാനത്തിന് ഈ മൂന്നാം സീറ്റുമായി ബന്ധപ്പെട്ടുള്ള ലീഗുമായുള്ള ചർച്ച, അതിലെ പ്രതിസന്ധി ഒരു തടസ്സമായി നിൽക്കുന്ന പശ്ചാത്തലം, ഏത് തരത്തിലുള്ള ചർച്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി നടക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെയല്ല, ആ സീറ്റ് വേണം എന്നുള്ള ആവശ്യം തന്നെ ലീഗ് മുന്നോട്ട് വയ്ക്കുന്ന പശ്ചാത്തലം, സാഹചര്യം ബോധിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്ന പശ്ചാത്തലം, വിവരങ്ങൾ എന്താണ് സലീം മാലിക്? റിജിത്ത്, UDFിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യത്തിൽ തന്നെ ഈ സീറ്റ് നിർണയം പൂർത്തിയാക്കി, സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി, അതിനുശേഷം എളുപ്പത്തിൽ കളത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതായിരുന്നു 2024 തുടങ്ങിയപ്പോൾ തീരുമാനിച്ചിരുന്നത്. പക്ഷേ അതിനേറ്റൊരു വലിയ തിരിച്ചടിയാണ് ലീഗിൻ്റെ മൂന്നാം സീറ്റ് ആവശ്യം. സാധാരണഗതിയിൽ സാധാരണ നിലയിൽ പറയുന്നത് പോലെ ഒരു ആവശ്യമായിരുന്നു കോൺഗ്രസ് നേതൃത്വം. ആ നിലയിലാണ് ഇതിനെ പരിഗണിച്ചത്. പക്ഷേ ആ ആവശ്യത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ ഉറച്ചു നിന്നതോടെയാണ് UDFിൻ്റെ ആകെ പ്രതിസന്ധിയിലേക്ക് പോയത്. എന്തായാലും ഇന്നത്തെ നേതൃയോഗത്തിൽ അത് സംബന്ധിച്ച് ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുമെങ്കിലും അത്തരത്തിലൊരു ചർച്ചയും ഇന്നത്തെ നേതൃയോഗത്തിൽ ഉണ്ടായില്ല. കഴിഞ്ഞ ഉഭയകക്ഷി ചർച്ചകളിലായി നടന്ന വിവരങ്ങളും കാര്യങ്ങളും എല്ലാ ഘടകകക്ഷികളുമായി ബോധ്യപ്പെടുത്തുന്ന പരിപാടിയായിരുന്നു ഇന്ന് നടന്നത്. മറ്റെല്ലാ ഘടകകക്ഷികളുമായും നല്ല നിലയിൽ തന്നെയുള്ള ചർച്ചകൾ പൂർത്തീകരിച്ചു. മുസ്ലിം ലീഗുമായും വളരെ നല്ല നിലയിൽ തന്നെ സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ തന്നെ ഈ യോഗങ്ങൾ, ഉഭയകക്ഷി യോഗങ്ങൾ പൂർത്തീകരിച്ചു എന്ന് ഇന്നത്തെ നേതൃയോഗത്തിൽ അറിയിച്ചു. അതിനുശേഷം മുസ്ലിം ലീഗുമായി മാത്രം മറ്റൊരു ചർച്ച കൂടി ആവശ്യമുണ്ട്. അതുകൊണ്ട് ആ ചർച്ചയ്ക്ക് ശേഷം അന്തിമ ധാരണയിലേക്ക് എത്തും. മറ്റ് കാര്യങ്ങളെല്ലാം മറ്റ് ഘടകകക്ഷികളുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അവർ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ അനുവാദം നൽകിയിട്ടുമുണ്ട്. അതേസമയം മുസ്ലിം ലീഗുമായി ഉഭയകക്ഷി ചർച്ച, അത് ഈ മാസം 13-ന് ഒരിക്കൽ കൂടി കോൺഗ്രസ് ലീഗ് ചർച്ചയുണ്ടാകും. അതിലൂടെ അന്തിമ തീരുമാനം എടുക്കാം എന്നുള്ളതാണ് നിലവിലെ പ്രതീക്ഷ. അതിനുശേഷം 14 നടക്കുന്ന UDF നേതൃയോഗത്തോടുകൂടി ഒരു ഫുൾ സ്വിംഗ് ആയി തന്നെ UDF തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കളത്തിലേക്ക് ഇറങ്ങാം എന്നുള്ളതാണ് ഇപ്പോഴത്തെയും ഒരു വിശ്വാസം. അതേസമയം ഈ ചർച്ച ഏത് നിലയിൽ പോകുമെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ആശങ്ക. കാരണം വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നില്ലെങ്കിൽ ആ സീറ്റ് വേണമെന്നത് മാത്രമായിരുന്നു മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ ഒരു അവകാശവാദമെങ്കിൽ പിന്നീട് അത് മാറി കണ്ണൂർ സീറ്റിൽ, വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വരുന്ന പക്ഷം കണ്ണൂർ സീറ്റ് വേണമെന്നൊരു കടുംപിടുത്തത്തിലാണ് ഇപ്പോഴുള്ളത്. ആ കടുംപിടുത്തത്തിന് അയവ് വരുത്തുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയത്തിൽ പോസിറ്റീവായാണോ കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചത് എന്ന ചോദ്യത്തിന് അതൊരു അളവുകോൽ വെക്കേണ്ട എന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ ഇന്നത്തെ മറുപടി. അതിന്റെ ഫൈനൽ റിസൾട്ട് മാത്രമാണ് പ്രധാനം. അതിനപ്പുറത്തേക്ക് എത്ര ഡിഗ്രി ചർച്ച മുന്നോട്ട് പോയി എന്നതിലൊന്നും കാര്യമില്ല എന്നുള്ള നിലയിലാണ് കുഞ്ഞാലിക്കുട്ടി ഇപ്പോഴും പ്രതികരിക്കുന്നത്. എന്തായാലും ആ ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ്. അതേസമയം പരസ്യമായി ലീഗിനെ എതിർക്കുകയോ അതല്ലെങ്കിൽ ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യത്തെ തള്ളുകയോ ചെയ്യുന്നില്ല കോൺഗ്രസ് നേതാക്കൾ. അതേസമയം ലീഗിനെ ഈ പ്രായോഗിക ബുദ്ധിമുട്ട് അറിയിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. പരസ്യമായി ലീഗിനെ ചൊടിപ്പിക്കാതിരിക്കുക എന്നുള്ള ഒരു നയമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. ശരി, സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.